മീഡിയ നെറ്റിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും കാഴ്ചപ്പാടിലേക്ക് സ്വാഗതം. നിയമസഭാ റിസൾട്ടിനായി രാഷ്ട്രീയ കേരളം ഉദ്വേഗത്തോടെ കാത്തിരിക്കുകയാണ്. ആര് വാഴും ആര് വീഴും ഇനി അറിയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം. രണ്ട് മുന്നണിയുമായുള്ള ചർച്ച ഇതിനോടകം മീഡിയ നെറ്റ് പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞു. ഈ തവണ UDF മുന്നണിക്ക് എന്ത് സംഭവിക്കും? ചർച്ച ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീ ജോർജ് തോമസ്. പ്രത്യേകമായി അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം പോലുമില്ല. DCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഒപ്പം തന്നെ വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് കൂടിയാണ്. സ്വാഗതം സർ. റിസൾട്ട് വരികയാണ് 4-ാം തീയതി നിയമസഭാ ഇലക്ഷൻ്റെ. ഏതാണ്ട് ഒരു മാസം ആകുന്നു, അടുക്കയാവുകയാണ്. വല്ലാത്ത ആകാംക്ഷയും ഉദ്വേഗവും ഒക്കെ നിറഞ്ഞ നാളുകളാണ് പിന്നിട്ടത്. കോൺഗ്രസിനകത്ത് നേതാവിനെ ചൊല്ലിയുള്ള ഒട്ടേറെ വാദപ്രതിവാദങ്ങൾ, ഒട്ടേറെ തർക്കങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. എങ്കിൽ കൂടി UDF കേന്ദ്രങ്ങളിൽ ഇന്നലെ എക്സിറ്റ് പോൾ വന്നതിന് ശേഷവും അതിനു മുമ്പും തികഞ്ഞ ആത്മവിശ്വാസമാണ്. ഈ കാര്യത്തിലുള്ള വാസ്തവമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പോളിംഗ് കഴിഞ്ഞപ്പോൾ മുതൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ 10 വർഷക്കാലം പ്രതിപക്ഷത്തിരുന്ന മുന്നണി എന്ന നിലയിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണത്തിന് വിരാമമിടേണ്ടത് ഒരു സമൂഹത്തിൻ്റെ അനിവാര്യതയാണ് എന്ന തോന്നൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ. അതിന് ആധാരമായ നിരവധി കാര്യങ്ങളുണ്ട്. ഒന്നാം പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നത്, രണ്ടാമത് വീണ്ടും അധികാരത്തിൽ വന്നത് തന്നെ കിറ്റ്, അതുപോലെ പെൻഷൻ, ചില ചെപ്പടി വിദ്യകളുടെ പ്രയോഗം കൊണ്ട് മാത്രം. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ആളുകൾക്ക് ബോധ്യമായി ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് മാത്രമാണ് എന്ന നിലയിലേക്ക് സമൂഹം വിലയിരുത്തുകയും ചെയ്തു. നിരവധി വിഷയങ്ങൾ കേരളത്തിലുണ്ട്. ഞാൻ കേരളത്തിൽ ആകമാനമുള്ള രാഷ്ട്രീയ വിഷയങ്ങളിലേക്കൊന്നും കടക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇതുപോലെയുള്ള ജില്ലകളിലുള്ള നിരവധിയായ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഏറ്റവും കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്നലെ 70, 75, 90, 94 എന്നൊക്കെയുള്ള കണക്കുകളിലേക്ക് നിരവധി എക്സിറ്റ് പോൾ ഏജൻസികൾ അവരുടെ കണക്കുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഇവരുടെ കണക്കുകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന് ശേഷം നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അതിൻ്റെ വിലയിരുത്തൽ നടത്തി. ഇവിടെ ജില്ലാ അടിസ്ഥാനത്തിലുമൊക്കെ അതിൻ്റെ വിലയിരുത്തൽ നടത്തിയപ്പോൾ ഇടുക്കിയിൽ വ്യക്തമായ മുന്നേറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കാക്കിയിട്ടുള്ളത്. കേരളത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി വിലയിരുത്തൽ നടത്തിയപ്പോൾ തീർച്ചയായും കേരളത്തിൽ UDF അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. സതീശൻ പറഞ്ഞ ഈ 100 സീറ്റിലധികം 100+ എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരുപക്ഷെ റിസൾട്ട് എത്തിച്ചേരുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ട്? ചിലപ്പോൾ ഉണ്ടായേക്കാം. എന്തായാലും 90-ന് മുകളിലായിരിക്കും കേരളത്തിലെ UDFന്റെ സീറ്റ് നില എന്ന കാര്യം സംശയം. ഇന്നലെ പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ സത്യത്തിൽ അത്ര വലിയൊരു പരാജയം LDFന് നൽകുന്നില്ലല്ലോ. ശരിയാണ്. ഇന്നലെ എക്സിറ്റ് പോളിൻ്റെ കണക്കനുസരിച്ച് നേരിയ ഭൂരിപക്ഷമാണ് പല ഏജൻസികളും പറഞ്ഞിട്ടുള്ളത്. 85 വരെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. 94 വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ അതിലും കൂടുതൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. പ്രത്യേകിച്ച് ചില ജില്ലകളിൽ, എല്ലാ ജില്ലകളിലും UDF മുന്നേറ്റം ഉണ്ടാകും. പ്രത്യേകിച്ച് കോഴിക്കോട് പോലെയുള്ള ജില്ലകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചെറുതല്ലാത്ത മാറ്റങ്ങളാണ്. ഏറ്റവും പുറകിൽ പോയിട്ടുള്ള ജില്ല തൃശ്ശൂർ ജില്ല ഉൾപ്പെടെ. ഇടുക്കിയിലാണെങ്കിൽ കോൺഗ്രസിന് ഒരു MLA പോലുമില്ല. എന്തുകൊണ്ടായിരിക്കും ഈ തൃശ്ശൂരും തിരുവനന്തപുരം ഒക്കെ മറ്റ് ജില്ലകളുടെ ഒപ്പം ഈ ഒരു പ്രതീക്ഷ UDFനില്ലാത്തത്? അത് സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിട്ടുള്ള സമീപ കാലഘട്ടത്തിൽ ഉണ്ടായ കുറെ BJPയുടെ ഒരു മുന്നേറ്റം. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ BJPക്ക് ഒരു സീറ്റ് പോലും ചിലപ്പോൾ കിട്ടാനിടയില്ല, കിട്ടിയാൽ ഒരു സീറ്റ് എന്ന നിലയിലേക്കും വരുന്നുണ്ട്. അവരുടെ എക്സിറ്റ് പോൾ ഏജൻസികൾ പലപ്പോഴും പറയുന്നത് 3 സീറ്റ് 4 സീറ്റ് എന്നൊക്കെ അവർ പറയുന്നത്. എക്സിറ്റ് പോളുകാർ ഇന്നലെ ഒരു ഏജൻസി വല്ലാതെ എക്സാജറേറ്റ് ചെയ്ത് 14 സീറ്റ് വരെയൊക്കെ പറയുന്നുണ്ടല്ലോ. ഒരു കാരണവശാലും കിട്ടത്തില്ല. ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ 1-2 സീറ്റുകൾ അതിലപ്പുറത്തേക്ക് BJPക്ക് ഉണ്ടാകും എന്ന ഒരു വിലയിരുത്തൽ കേരളത്തിലെ UDF ക്യാമ്പിൽ ഒരിക്കലും വന്നിട്ടില്ല എന്നാണ്. വലിയ പ്രൊപ്പഗാൻഡയ്ക്കും
ഒപ്പം തന്നെ PR വർക്കിനുമൊക്കെ സാക്ഷ്യം വഹിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നത്. മുട്ടിന് ബോർഡ് വെച്ച് LDF അല്ലാതെ മറ്റാരുണ്ട്, അല്ലെങ്കിൽ ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന തോന്നൽ വരത്തക്ക രീതിയിൽ ആയിരുന്നു. അതിനൊക്കെ ജനത്തിന് മറികടക്കാൻ കഴിഞ്ഞുവെന്നാണോ അങ്ങ് വരുന്നത്? തീർച്ചയായിട്ടും. കാരണം ഇത്തരം തരത്തിലുള്ള കേരളത്തിലെ പൊതുപണം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ ഒരിക്കലും ഒരു സർക്കാരും ചെയ്യാത്ത നിലയിൽ അതിൻ്റെ PR വർക്ക് എന്ന് പറയുന്ന 10,000 വില മതിക്കുന്ന ബോർഡുകളാണ് ഈ മുട്ടിന് വെച്ചിട്ടുള്ളത്. അതിന് ആ ചോദ്യങ്ങൾ തന്നെ അതിന് ജനങ്ങൾ തന്നെ മറുപടി കണ്ടെത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരു തരത്തിലുള്ള കേരളത്തിലെ പൊതു ഖജനാവ് കൊള്ളയടിക്കാൻ, ആ പണം നഷ്ടപ്പെടുത്താൻ, കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട ഒട്ടേറെ സഹായകരമായ ലഭിക്കേണ്ട സഹായങ്ങൾ ലഭിക്കാതെ പോയത്, പ്രത്യേകിച്ച് ആശാ വർക്കർമാരോടൊക്കെ എടുത്തിട്ടുള്ള സമീപനങ്ങൾ ഈ പാവപ്പെട്ടവരുടെ ദുർബല ജനവിഭാഗങ്ങളുടെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഏറ്റവും കുറച്ച് ആനുകൂല്യം വാങ്ങിക്കുന്നവരോട് പോലും കാണിച്ചിട്ടുള്ള നീചമായ നിലപാടുകളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്. ശബരിമലയുണ്ട്, ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമുണ്ട്. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതമാണ് എന്ന് മാത്രമല്ല, ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ള കണക്കുകളിലേക്ക് അപ്പുറം കടക്കാനോ അവിടെ എത്തിച്ചേരാനോ കഴിയും. അങ്ങ് പരിണതപ്രജ്ഞനായ വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച്. അപ്പോൾ ഇതുവരെ ഒരു ഗവൺമെൻറ്റും ഒരുപക്ഷെ ഒരു ഗവൺമെൻറ് ചെയ്യാൻ ഭയപ്പെട്ടിരുന്നൊരു കാര്യമാണ് പൊതു ഖജനാവിൽ നിന്ന് ഏതാണ്ട് 276 കോടി രൂപ എടുത്ത് പരസ്യത്തിന് ഉപയോഗിച്ചത്. സത്യത്തിൽ അത് നിയമപരമാണ്. ഗവൺമെന്റുകൾക്ക് ഇപ്പം സർക്കാരാണല്ലോ ഇപ്പം നിയമം ഉണ്ടാക്കുന്നവരും, ഇപ്പം ഗവൺമെന്റിന് അത് ചെയ്യാം. പക്ഷെ പ്രാദേശിക സർക്കാരുകൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ ഇറക്കി വെച്ചിട്ടുള്ള ചില പരസ്യങ്ങളുണ്ടല്ലോ, ഇന്ത്യ തിളങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് മുമ്പ് വാജ്പേയിയുടെ കാലത്തുണ്ടാക്കിയ ചില പ്രചരണ പരിപാടികൾ. അങ്ങനെ ആ രീതിയിലുള്ള ഖജനാവിൽ നിന്ന് പണം എടുത്തോ പാർട്ടി കൊടുത്തോ? അത് പൊതു ഖജനാവിന്റെ പണം തന്നെയാണ്. അതൊക്കെ ഒരു രാഷ്ട്രീയ ഗവൺമെന്റുകളെ കാലത്ത് ഏതെങ്കിലും കാലത്ത് അത് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും വളരെ നാമമാത്രമായിട്ട് ചെയ്തിട്ടുള്ളൂ. ഈ തരത്തിലുള്ള വലിയ പ്രൊപ്പഗാൻഡ, വലിയ പ്രചരണ പരിപാടി ഒരിക്കലും കോൺഗ്രസിന്റെ ഗവൺമെന്റ് ദേശീയ തലത്തിൽ ചെയ്തിട്ടില്ല. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയും ചെയ്തിട്ടില്ല. കേരളത്തിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി പോലും, വളരെ ജനകീയമായ അത്തരം പ്രോഗ്രാമിന് പോലും കാര്യമായ പ്രചരണ പരിപാടികൾ അന്ന് UDF കൊടുത്തിരുന്നില്ല. അപ്പോൾ ഇത്തരം PR വർക്കിനെ അല്ലെങ്കിൽ പ്രൊപ്പഗാൻഡയൊക്കെ മറികടക്കാനുള്ള ശേഷി ജനങ്ങൾ ആർജിച്ചു എന്ന് കോൺഗ്രസ് കരുതുന്നു. തീർച്ചയായിട്ടും കോൺഗ്രസ് കരുതുന്നു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആദ്യം ഇപ്പോൾ കിറ്റൊക്കെ കൊടുത്തില്ല കാലത്ത്, ഒരു പക്ഷെ അതിൽ മാത്രമല്ല, അവർ പ്രളയത്തെ അല്ലെങ്കിൽ ഈ കോവിഡിനെയൊക്കെ ശരിയായ രീതിയിൽ മാനേജ് ചെയ്തു എന്ന് PR വർക്കിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെയൊക്കെ ഒരു ഫലമായിരിക്കാം ഒരു പക്ഷേ രണ്ടാം പിണറായി സർക്കാർ. ഈ തവണ ജനം അതിൽ വീഴില്ലെന്നുണ്ടോ? ഇത് ഒരു മാജിക്കാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുക. അതുകൊണ്ടാണല്ലോ സമീപകാലത്ത് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പല പദ്ധതികൾ ഉണ്ടായിട്ട് പോലും ജനങ്ങളുടെ മനസ്സിൽ ഈ ഗവൺമെന്റിനെതിരെ ഒരു വികാരമുണ്ടായി. മുമ്പ് കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 കൊല്ലക്കാലം പ്രതിപക്ഷത്തിരുന്ന ഒരു മുന്നണി ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ഫീൽഡിലേക്ക് പുറത്തേക്ക് ഇറങ്ങി ഭവന സന്ദർശനത്തിലൊക്കെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ വലിയ വികാരപരമായ സമീപനമാണ് ഈ ഗവൺമെന്റിനെതിരെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ അടയാളപ്പെടുത്തുന്നു ഈ ഗവൺമെന്റ് പുറത്തേക്ക് പോകണമെന്ന്. ഇപ്പോഴാണ് പിന്നെ സർവേ ഫലങ്ങൾ ഇങ്ങനെ അതൊരു തരംഗമായി ഒരു വേവ് ആയിട്ട് ഇത് മാറുന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ അത് ഒരു സർവേയുടെ ഏത് തരത്തിലാണ് അത് കണ്ടെത്തിയത് എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആരോട് പോയി ചോദിച്ചിട്ടാണ് ഈ സർവേ നടന്നത് എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. ഏതായാലും ഞാൻ അറിയുന്ന ഒരാളോട് പോലും ഒരു അന്വേഷണ അല്ലെങ്കിൽ ഒരു സർവേ ഏജൻസിയും സംസാരിച്ചതായി എനിക്കറിയത്തില്ല. ഇവരെന്ത് കണ്ടെത്തലാണ് എന്ന് നമുക്കറിയത്തില്ല. അങ്ങോട്ട് പറയാലോ, എൻ്റെ അടുത്തൊരു പയ്യൻ വന്നിരുന്നു സർവേയുമായി ബന്ധപ്പെട്ട്. രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചോളൂ. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി കേട്ടപ്പോൾ ഇനി ചോദിക്കാനില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോയത്. എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ് മറുപടി കൊടുത്തത്. അതുകൊണ്ട് അത് പോട്ടെ. ഞാൻ പറയാൻ വന്നത് ഇടുക്കിയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇടുക്കിയിലേക്ക് തിരിച്ചു വരുമ്പോൾ 5 മണ്ഡലങ്ങളാണല്ലോ ഉള്ളത്. പൊതുവേ തൊടുപുഴയുടെ കാര്യത്തിൽ LDFകാർക്ക് പോലും വലിയ വിശ്വാസമില്ല. ഈ തവണ പീരുമേട് അവർ അത്ര കണ്ട് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അവർ പ്രതീക്ഷിക്കുന്ന 2-3 മണ്ഡലങ്ങളുണ്ട്. ഒരു കാരണവശാലും റോഷി തോൽക്കില്ല എന്ന് വിശ്വസിക്കുന്ന LDF കേന്ദ്രങ്ങളിലാണ്, അല്ലെങ്കിൽ ആത്മവിശ്വാസമാണ് നമ്മൾ അവരിൽ കാണുന്നത്. അങ്ങയുടെ അഭിപ്രായം എന്താണ്? അതായത് ഇടുക്കിയെ സംബന്ധിച്ചുള്ള തൊടുപുഴ നമുക്ക് എണ്ണിക്കൂട്ടുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. തൊടുപുഴ UDFനാണ്. പീരുമേട് 15,000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിനായിരിക്കും താമസിക്കാൻ പോകും. വലിയ ഭൂരിപക്ഷം. കഴിഞ്ഞ 2 തവണയും നേരിയ വോട്ടിനാണ് പരാജയപ്പെട്ടത്. ഇപ്പൊ ഇടുക്കിയിലേക്ക് കടന്നു വരാം. ഇടുക്കിയിൽ ഈ സമുദായ സമവാക്യങ്ങളൊക്കെ ഉപയോഗിക്കാനൊക്കെയുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടന്നിട്ട് പോലും
റോഷി എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ, ഒരു MLA രാഷ്ട്രീയക്കാരൻ അവിടെ ഉണ്ടായത് 2001 ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി റോഷി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന്റെ പ്രവർത്തനവും ഏത് രീതിയിലുമാകട്ടെ 20 വർഷക്കാലം ആ മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി അദ്ദേഹത്തെ കാത്തുകൊണ്ട് നടന്നു, അദ്ദേഹത്തെ ജയിപ്പിച്ചതാണ്. പക്ഷേ 21ാമത്തെ വർഷമായി ഇടതുപക്ഷ മുന്നണി മത്സരിച്ചപ്പോഴും ഫ്രാൻസിസ് ജോർജിനോട് വലിയ ഒരു ഭൂരിപക്ഷത്തിനൊന്നും ജയിക്കാൻ പറ്റത്തില്ല. 5000 വോട്ടിനെ ജയിച്ചിട്ടുണ്ട്. ആ മണ്ഡലത്തിൽ അങ്ങേക്കറിയാവോ ഇപ്പോഴും റോഷി അഗസ്റ്റിൻ UDFിലാണെന്ന് വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. കുറെ അത് ഇത്തവണ തിരുത്തപ്പെട്ടു. അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. റോയ് കെ പോലോസ് അവിടെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. വന്നതോട് അദ്ദേഹത്തിന്റെ ഒരു മുൻ DCC പ്രസിഡന്റ്, KPCCയുടെ ഉപാധ്യക്ഷൻ, അങ്ങനെ പാർട്ടിയിൽ ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ എന്ന നിലയിൽ അദ്ദേഹം കടന്നു വന്നപ്പോൾ ഇടുക്കിയിൽ കിട്ടിയ ഒരു സ്വീകാര്യത അത് വളരെ വലുതാണ്. നമ്മൾ ആരോട് സംസാരിച്ചാൽ പോലും ഇടതുപക്ഷത്തിന്റെ ആളുകൾ പോലും അംഗീകരിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ഇടുക്കിയിൽ റോഷി പരാജയപ്പെടും, റോയ് കെ പോലോസ് അവിടെ നിന്ന് MLA ആകും. ഞങ്ങൾ കണക്ക് കൂട്ടിരിക്കുന്ന ഏറ്റവും മിനിമം 10,000 മുകളിലുള്ള ഭൂരിപക്ഷമായിരിക്കും. കോൺഗ്രസ് പ്രവർത്തകർ 8 പഞ്ചായത്തിലും ശക്തമായ ആവേശത്തിലായിരുന്നു. ആ ആവേശം റോയ് കെ പോലോസിനെ പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ്. തീർച്ചയായും. ഒന്ന്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എല്ലാ പഞ്ചായത്തും, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അങ്ങനെ എല്ലാ പഞ്ചായത്തുകളിലുമുള്ള UDFന്റെ നേട്ടം, അവിടെ കോൺഗ്രസിന് വ്യക്തമായ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു മണ്ഡലം, ഇടുക്കിയിൽ നിന്നുള്ള LDF ഗവൺമെന്റിലെ ഒരു മന്ത്രി പരാജയപ്പെടും എന്നാണ് അങ്ങ് പറയുന്നത്. തീർച്ചയായിട്ടും പരാജയപ്പെടുന്നതിൽ ഏറ്റവും മുമ്പിൽ ഭൂരിപക്ഷം കൂടുതൽ വോട്ട് വാങ്ങി പരാജയപ്പെടുന്ന ഒരാളായിരിക്കും. പരാജയത്തിന്റെ കണക്കെടുത്താൽ 10,000 മുകളിൽ പരാജയപ്പെടുന്ന ആളായിരിക്കും ശ്രീ റോഷി അഗസ്റ്റിൻ എന്നാണ് കോൺഗ്രസിന്റെ വിശ്വാസം. തീർച്ചയായിട്ടും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തിയിരിക്കുന്നു അങ്ങനെ തന്നെയാണല്ലേ. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഇടുക്കിയിലെ പഞ്ചായത്ത് തല, മണ്ഡലം തല റിവ്യൂ മീറ്റിങ്ങുകൾ, നിയോജക മണ്ഡലം തല വിലയിരുത്തലുകൾ, അതോടൊപ്പം തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ വിലയിരുത്തൽ, UDFന്റെ ജില്ലാ കമ്മിറ്റി നടത്തിയ വിലയിരുത്തൽ, ഇതിലെല്ലാം ബോധ്യമാകുന്ന ഒരു കാര്യമുണ്ട്. തീർച്ചയായും റോഷി അവിടെ പരാജയപ്പെട്ടിരിക്കും. ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി റോയ് കെ പോലോസ് വലിയ ഭൂരിപക്ഷത്തിൽ ഇടുക്കിയിൽ ജയിക്കും. നമ്മൾ ദേവികുളത്തേക്ക് വരാം. ദേവികുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ ദേവികുളം കഴിഞ്ഞ പല തവണയായി 3 തവണയാണ് S. രാജേന്ദ്രൻ MLA ആയത്. അതിനുശേഷം A. രാജ MLA ആയി. 4 തവണ LDFന്റെ കയ്യിലാണ്. ഒരുപക്ഷെ 3 തവണ AK മണി ആയിരുന്നപ്പോൾ അടുപ്പിച്ച് കോൺഗ്രസ് ജയിച്ച മണ്ഡലമാണ്. അങ്ങനെ കോൺഗ്രസിന് ഒരു പിടിതരാത്ത മണ്ഡലമായി നിൽക്കുകയായിരുന്നു. ഇത്തവണ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും F. രാജ ഇവിടെ വിജയിക്കും. ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, ഈ തോട്ടം മേഖലയിലെ കാര്യമെടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ ഒരു ചില ചില സമവാക്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എന്നിരുന്നാലും തോട്ടം മേഖലയുടെ ഒരു കണക്കുകളിൽ അവിടെ രാജേന്ദ്രന്റെ സാന്നിധ്യം, BJPക്ക് 10,000 താഴെ വോട്ടേ ഇവിടെ ഉള്ളൂ. ഈ നിയോജക മണ്ഡലത്തിൽ കണക്കുള്ളൂ. രാജേന്ദ്രൻ ഒരു 15,000 വോട്ട് ചിലപ്പോൾ അതിലപ്പുറം പിടിച്ചേക്കാം. ആ പിടിക്കുന്ന ഓരോ വോട്ടും ഇടതുപക്ഷ മുന്നണിയുടെ വോട്ടാണ്. CPMന്റെ വോട്ടായിരിക്കും രാജേന്ദ്രൻ ഈ മൂന്നാർ മേഖലയിൽ പിടിക്കാൻ പോകും. രാജേന്ദ്രന് കോൺഗ്രസ് നേതാക്കളുമായും കോൺഗ്രസ് അണികളുമായിട്ടൊക്കെ ചില ബന്ധങ്ങളുണ്ട് കേട്ടോ. ആ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രാജേന്ദ്രൻ ഒരു BJP സ്ഥാനാർത്ഥിയായി വന്ന രാജേന്ദ്രനെ സഹായിക്കാൻ അതിന് തക്ക ഒരു ബന്ധമൊന്നും രാജേന്ദ്രനില്ല. കാർഷിക മേഖലയിലൊന്നും രാജേന്ദ്രൻ BJPക്ക് കിട്ടുന്ന വോട്ടിനപ്പുറത്തേക്ക് ഒരു വ്യക്തിപരമായ വോട്ട് സ്വാധീനിക്കപ്പെടും എന്ന് വിചാരിക്കുന്നയാളല്ല ഞാൻ. പ്രത്യേകിച്ച് ഒരു കാര്യം നമുക്ക് പറയാം. ദേവികുളത്ത് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ F. രാജ ജയിക്കാതിരിക്കാൻ എന്ത് ഘടകമാണുള്ളത്? എല്ലാ സാഹചര്യങ്ങളും F. രാജയ്ക്ക് അനുകൂലമാണ്. ഒന്ന്, നമ്മൾ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം, ഈ നാട്ടിലെ ഭൂവിഷയങ്ങൾ. ആ ഭൂവിഷയത്തിൽ നിർമ്മാണ നിരോധനം വന്നപ്പോൾ അടിമാലി പഞ്ചായത്ത് ഒഴികെയുള്ള മറ്റു പഞ്ചായത്തുകൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരിതങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി 13 പഞ്ചായത്തുകൾ, അടിമാലി പഞ്ചായത്ത് ഒഴികെ ദേവികുളം താലൂക്കിലെയും ഉടുമ്പൻചോല താലൂക്കിലെയും 2-3 പഞ്ചായത്തുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ടായപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ദുരിത മേഖലയായി ഒരു നാടിനെ മാറ്റിയത് ഈ ഗവൺമെന്റാണ്. പിന്നെ പോരെങ്കിൽ നമ്മുടെ റോഡ് കിടക്കുന്നു, നേരമംഗലം തൊട്ട് വളരെ അത് ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ. ദേശീയപാതയുടെ വികസനം തടഞ്ഞത്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ നിയന്ത്രിക്കാൻ കഴിയാത്തത്, കേരള ഹൈക്കോടതിയുടെ വിധിയുണ്ടായിട്ട് പോലും നടപ്പാക്കാൻ എല്ലാ സഹായകരമായ നിലപാടുകളും ഗവൺമെന്റിന് കിട്ടിയിട്ട് പോലും അത് ആ നിലപാടെടുക്കാൻ കഴിയാത്ത പരാജയപ്പെട്ടു പോയ ഒരു ഗവൺമെന്റ്. ആ ഗവൺമെന്റിനെ പറ്റി എന്ത് പറയാനുള്ളത്? സമൂഹം ആലോചിച്ച് നോക്കി. എത്രയോ സമരങ്ങൾ ഇവിടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ, UDFന്റെ, കോൺഗ്രസിന്റെ അതിജീവന പോരാട്ടവേദിയുടെ എത്രയോ സംഘടനകൾ ഇവിടെ സമരവുമായി ബന്ധപ്പെട്ടു. ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണാം. ആ അവസാന സമയത്ത് പ്രകടന പത്രിക ഇറക്കുന്നത് ഇലക്ഷന് 3 ദിവസം മുമ്പാണല്ലോ. ആ പ്രകടന പത്രികയിൽ വ്യക്തമായും വലിയ തെറ്റുകൾ കടന്നുകൂടി LDFന് ഉണ്ടായി. വലിയ തെറ്റുകളുണ്ടായി. അത് നമ്മുടെ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടാണ്.
ആ പ്രകടന പത്രിക കണ്ട് വായിച്ചിട്ടുള്ള ഒരുപക്ഷെ നമുക്കറിയാം പ്രകടന പത്രിക എല്ലാവരും ഒരുമിച്ചാണ് പുറത്തേക്ക് വന്നത്. ആ പ്രകടന പത്രിക വായിച്ച ഒരാളെങ്കിലും ഇടതുപക്ഷ മുന്നണി കൂട്ടിയോ? തന്നെയല്ല, അവർ പോലും വായിച്ചിട്ടില്ലല്ലോ. വായിച്ചാൽ അങ്ങനെ ഒരു തെറ്റ് പിന്നീട് അവർ തിരുത്തിയല്ലോ. അപ്പൊ ഇവിടെ ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞ ഒരു മാനിഫെസ്റ്റോ ഇവിടെ ഈ ഇടുക്കിയിൽ ഇടതുപക്ഷം ഇറക്കിയായിരുന്നു. അതിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളല്ലേ. എന്ത് സഹായമാണ് ചെയ്യാൻ പോയിട്ടുള്ളത്? ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. 60 മാസക്കാലത്ത് ഭരണം കിട്ടിയിട്ട് 60ാമത്തെ മാസത്തെ അവസാനത്തെ ആഴ്ച വന്നിട്ട് പ്രഖ്യാപിക്കുവാണ് ഞങ്ങൾ പട്ടയം കൊടുക്കും, ഞങ്ങൾ നിർമ്മാണ നിരോധനം അവസാനിപ്പിച്ചിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞാൽ ആരെ പൊട്ടം കളിപ്പിക്കാനാണ്? എല്ലാ സമൂഹത്തെയും പൊട്ടം കളിപ്പിക്കാൻ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളൂ. തമിഴ് മേഖലയിലും മലയാള മേഖലയിലും എല്ലാ പഞ്ചായത്തിലും UDF ലീഡ് ചെയ്യുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഞാൻ തമിഴ് മേഖലയിലെ മൂന്നാർ അടക്കമുള്ള പഞ്ചായത്തുകളിൽ UDF ലീഡ് ചെയ്യും. അല്പമെങ്കിലും വ്യത്യാസങ്ങൾ ഒരുപക്ഷെ ഉണ്ടായാൽ ഇടതുപക്ഷ മുന്നണിക്ക് അല്പമെങ്കിലും ഭൂരിപക്ഷം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഞങ്ങൾ പോലും വിലയിരുത്തുന്നത് ദേവികുളം പഞ്ചായത്ത് മാത്രമേ ഉള്ളൂ. മറ്റ് ചില പഞ്ചായത്തുകളിൽ ഒപ്പത്തിനൊപ്പമോ നേരിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടോ ഉണ്ടായാൽ, പക്ഷേ മറയൂരടക്കം മൂന്നാറടക്കമുള്ള ആ മേഖലയിലെ ചിന്നക്കനാലടക്കമുള്ള പഞ്ചായത്തുകളിൽ വ്യക്തമായ ലീഡ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കിട്ടും. എസ് രാജേന്ദ്രനുമായിട്ടുള്ള അഭിമുഖത്തിൽ ഞാൻ വ്യക്തമായി അദ്ദേഹത്തോട് കാര്യം ചോദിച്ചിരുന്നു. CPM ലീഡ് ചെയ്യുന്ന പഞ്ചായത്തുകളുടെ പേരെന്ന് പറയാമോ എന്നുള്ള എൻ്റെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഒരേ ഒരു പഞ്ചായത്താണ്, അത് കാന്തല്ലൂരാണ്. ഞാൻ ദേവികുളത്തിൻ്റെ കാര്യം, ചിന്നക്കനാലിൻ്റെ കാര്യമൊക്കെ എടുത്തു ചോദിക്കുമ്പോഴും അദ്ദേഹം പറയുന്നു അവിടെ ഇടതുപക്ഷം ലീഡ് ചെയ്യില്ല എന്നാണ്. എന്നാൽ BJP ലീഡ് ചെയ്യുമെന്നല്ല അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അർത്ഥം UDF ലീഡ് ചെയ്യുമെന്നാണല്ലോ. അതിനെ നമ്മൾ വരികൾക്കിടയിൽ വായിക്കുക. ഏതായാലും ദേവികുളം പോലും LDF ലീഡ് ചെയ്യില്ല എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് കണക്കെന്നറിയില്ല. ചിന്നക്കനാലിന് കണക്കുണ്ട്, വ്യക്തമാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മലയാള മേഖലയിൽ അടിമാലി, വെള്ളത്തൂവൽ, പള്ളിവാസൽ, ബൈസമ്പാലി, മാങ്കുളം പഞ്ചായത്തുകൾ, അങ്ങനെയാണെങ്കിൽ ആ പഞ്ചായത്തുകൾ നല്ല ലീഡ് കിട്ടുമെന്നാണ്. തീർച്ചയായിട്ടും അത് ബൈസമ്പാലിയിലും മാങ്കുളത്തും പള്ളിവാസൽ, അടിമാലിയിലും വെള്ളത്തൂവലിലും ഐക്യജനാധിപത്യ മുന്നണി വ്യക്തമായ ലീഡുണ്ടാവും. ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ 5 പഞ്ചായത്തുകളിലായി ഞങ്ങൾ കണക്കൂട്ടിയിരിക്കുന്നത് 7,000-ന് മുകളിൽ 8,000-ന് മുകളിലാണ് ഭൂരിപക്ഷം. 5 പഞ്ചായത്തിലും 8,000-ന് മുകളിൽ ഭൂരിപക്ഷം കിട്ടും. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഭൂരിപക്ഷം ഇടതുപക്ഷ മുന്നണിക്ക് ദേവികുളം പോലെയുള്ള പഞ്ചായത്തിൽ കിട്ടിയാൽ അത് ചെറുതേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി EF രാജ 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുക. അങ്ങ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ തവണ 7,000-ന് മുകളിൽ വോട്ടിനാണ് രാജ ജയിച്ചത്. അതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ടതാണ്. ചിലപ്പോൾ മൂന്നാറിന്റെ രാജേന്ദ്രൻ പിടിക്കുന്ന വോട്ടുകൾ ഞങ്ങൾ വിചാരിക്കുന്നു, UDF വിചാരിക്കുന്നു, ഞങ്ങളൊക്കെ വിചാരിക്കുന്ന ഒരു കണക്ക്, രാജേന്ദ്രൻ മൂന്നാർ മേഖലയിൽ പിടിക്കുന്ന വോട്ടുകൾ കൂടുതലും ഇടതുപക്ഷത്തിന്റെ ആയിരിക്കും എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 5000-ലൊക്കെ ഭൂരിപക്ഷത്തിലേക്ക് അപ്പുറത്തേക്ക് EF രാജയ്ക്ക് വിജയിക്കാൻ കഴിയും. ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മുടെ ഒരു കാർഷിക മേഖലയുടെ ഒരു പ്രശ്നങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ, ഒന്ന് ദേശീയപാതയും നിർമ്മാണ നിരോധനവും, എല്ലാ ഘടകങ്ങളും ഒരു ഗവൺമെന്റിനെതിരാണ്, ഒരു MLA-ക്കെതിരാണ്, ഒരു ഭരണ സംവിധാനത്തിനെതിരാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. MM മണിയുടെ പഞ്ചായത്തായ ബൈസമ്മാലി നിർമ്മാണ നിരോധനം നിൽക്കുന്നു. ഇവിടെ ഈ KK ജയചന്ദ്രന്റെ പഞ്ചായത്താണ് വെള്ളത്തൂവൽ. ആ വെള്ളത്തൂവൽ പഞ്ചായത്തിന് ഒരു ഭാഗമായി വെള്ളത്തൂവൽ വില്ലേജ് പരിപൂർണമായും നിർമ്മാണ നിരോധനത്തിന്റെ കീഴിൽ വന്നിരിക്കുന്നു. ദുരന്ത നിവാരണ അതോറിറ്റി വന്നിരിക്കുന്നു. അപ്പോൾ ദേവികുളം താലൂക്ക് എന്ന് പറയുന്ന ഒരു പ്രദേശം പറഞ്ഞാൽ ജനവാസ കേന്ദ്രമായ ഈ നാട്ടിൽ നിന്ന് ജനങ്ങൾ പുറത്തേക്ക് പോകാൻ പര്യാപ്തമായ നിലയിലുള്ള നിയമനിർമ്മാണം കൊണ്ട് കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് ഈ സമൂഹം. അങ്ങേക്ക് അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്, അങ്ങ് പറയുന്നത് ശരിയുമാണ്, അക്കാര്യത്തിൽ എനിക്കും ബോധ്യമുണ്ട്. പക്ഷേ ഈ വിഷയങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്തില്ലല്ലോ. അതിന് 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, ആളുകളുടെ മനസ്സിൽ ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും കൊടുത്തിട്ടുള്ള ഒരു വിഷയമുണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസ് ഇതര സംഘടനകൾ, ഞാൻ ആദ്യം സൂചിപ്പിച്ച വ്യാപാരി വ്യവസായിയും അതുപോലെ സംഘടനകളും അതിജീവന പോരാട്ടം, അങ്ങനെ സ്വതന്ത്രമായ ഒട്ടനവധി സംഘടനകളിലൂടെയും ജനങ്ങളത് അറിഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഇവിടെ കോൺക്ലേവിൽ വെച്ച്, കർഷക കോൺക്ലേവ് സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഈ ജില്ലയിലെ, ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അവിടെ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നത് അത് കോൺക്ലേവിൽ വെച്ച് മാത്രമൊന്നുമല്ല, UDF-ന്റെ മീറ്റിങ്ങിൽ, കോൺഗ്രസിന്റെ യോഗങ്ങളും ഒക്കെ വളരെ തുറന്നടിച്ച്, അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ നാളെ വലിയ പ്രതീക്ഷയോടുകൂടി കേരളം ഉറ്റുനോക്കുന്ന ഒരു നേതാവിൻ്റെ വായിൽ നിന്നാണ്, പ്രതിപക്ഷ നേതാവാണ് പറയുന്നത് ഇത്തരം കാര്യങ്ങളെന്ന് പറഞ്ഞ് ജനങ്ങളത് പരിപൂർണമായി വിശ്വാസത്തിലെടുക്കുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. ഈ തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ UDF ഏതാണ്ട് എത്ര വോട്ടിനാണ് വെള്ളത്തൂൽ ലീഡ് ചെയ്തത്? വെള്ളത്തൂവൽ UDF-ന് പൊതുവെ എടുത്ത 3000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം പല ജില്ലാ പഞ്ചായത്തുകളൊക്കെ എടുക്കും. പല വാർഡുകളൊക്കെ പേഴ്സണലായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഏതാണ്ട് 3000-ലധികം വോട്ടിന്റെ
ഭൂരിപക്ഷം ഇത്തവണ വെള്ളത്തോൽ പഞ്ചായത്ത് നൽകുമോ? 2000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം വെള്ളത്തോൽ പഞ്ചായത്ത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ അടിമാലി, പള്ളിവാസൽ, മാങ്കുളം, ബൈസൺവാലി പഞ്ചായത്തുകളിൽ കൂടുതൽ വോട്ട് സംഭാവന ചെയ്യുന്നത്, കോൺഗ്രസിന് വേണ്ടി സംഭാവന ചെയ്യുന്നത് ഇത്തവണ വെള്ളത്തോലായിരിക്കും. അല്ല, അതിന് വെള്ളത്തൂവലിലെ ജനസംഖ്യയും അടിമാലിയുടെ ജനസംഖ്യയുമായിട്ട് വ്യത്യാസമുണ്ട്. അടിമാലിയിലെ വെള്ളത്തൂവലിൽ നിന്ന് ജനസംഖ്യ കുറയുന്നുണ്ട്. ആ പണ്ടുണ്ടായിരുന്ന ജനസംഖ്യ, വർഷങ്ങൾക്ക് മുമ്പുള്ള ജനസംഖ്യ വെള്ളത്തൂവലില്ല. മറ്റൊരു കാര്യമുള്ളത്, അടിമാലിയ ജനസംഖ്യ കൂടുന്നുണ്ട്. ഒരു മുനിസിപ്പാലിറ്റിയോട് അടുത്ത് നിൽക്കുന്ന ആ തരത്തിലുള്ള എല്ലാ സംഖ്യയുള്ള ഒരു പഞ്ചായത്താണ്. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എടുക്കുമ്പോൾ അടിമാലിയിൽ കൂടുതലുണ്ട്. മാത്രമല്ല, അടിമാലിയിലുള്ള മറ്റൊരു പ്രത്യേകത, ഇവിടുത്തെ ആദിവാസി മേഖലയിൽപ്പെട്ട ആളുകളുടെ ഒരു പിന്തുണ എന്നും കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കുമുള്ളത്. അതുപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഇനി എടുത്തു പറയേണ്ട കാര്യമില്ല. ആ ഒരു കാര്യം, ഇവിടെ ദേശീയപാത വിഷയത്തിൽ ഇവിടെയുള്ള വ്യാപാര സമൂഹത്തിൻ്റെ, തൊഴിലാളി സമൂഹത്തിൻ്റെ, കർഷകരുടെ എല്ലാം എതിർപ്പും ഒരു ഗവൺമെൻറ് വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CPM വോട്ട് ചെയ്തുകൊണ്ടിരുന്ന, കാലാകാലങ്ങളിൽ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേയെങ്കിലും ആളുകൾ, ധാരാളം ആളുകൾ UDF അനുകൂലമായി വോട്ട് ചെയ്യുന്നു എന്നതുകൊണ്ട് അടിമാലി പഞ്ചായത്തായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ട്. LDF സ്ഥാനാർത്ഥി ഇപ്പോഴും ജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന LDF അണികളുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാം, അങ്ങേക്ക് മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ പ്രത്യക്ഷമായി അവർ ചില കണക്കുകൾ നിരത്തിയിട്ട് ഇവിടെ LDF സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. ആത്മവിശ്വാസമുണ്ട്. അങ്ങിതൊക്കെ പറയുമ്പോഴും നമുക്ക് തൽക്കാലം ഇവിടെ വിടാമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് സമയത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ്. നമ്മൾ ഉടുമ്പൻചോലയിലേക്ക് കടന്നാൽ, ഉടുമ്പൻചോല കഴിഞ്ഞ ഗണ്യമായ വോട്ടിനാണ് UDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് കഴിഞ്ഞ 2 തവണ. ഇപ്പോൾ ഈ തവണ നോക്കൂ, സേനാപതി വേണുവാണ് മത്സരിക്കുന്നത് UDFന് വേണ്ടി, അങ്ങയുടെ പാർട്ടിക്ക് വേണ്ടി. അടുത്തത് കേന്ദ്രനാണ്. അങ്ങനെയാണെങ്കിൽ ഈ തവണ എങ്ങനെയായിരിക്കും സേനാപതി? കാരണം മണിയാശാൻ ഒത്തിരി കാര്യങ്ങൾ ആ മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം, ഉടുമ്പൻചോല മണ്ഡലത്തിലെ 2-3 പഞ്ചായത്തുകളുടെ ഇടതുപക്ഷത്തിന് വ്യക്തമായ ലീഡറുള്ളതാണ്. ഉടുമ്പൻചോല, ശാന്തമ്പാറ തുടങ്ങിയ പഞ്ചായത്ത്, രാജകുമാരി ഉൾപ്പെടെ. രാജകുമാരി അങ്ങനെ വ്യക്തമായ ലീഡറെന്ന് പറയാൻ പറ്റത്തില്ല. അത് കോൺഗ്രസും ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്ത്, UDF ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്താണ്. ഇത്തവണ CPM മുൻതൂക്കമുള്ള പഞ്ചായത്തായ രാജാക്കാട് പഞ്ചായത്ത് UDF ഭരിക്കുന്നത് നല്ല ഭൂരിപക്ഷത്തിൽ. അപ്പോൾ അങ്ങോട്ട് നെടുങ്കണ്ടം ആ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ പഞ്ചായത്തുകൾ കൂടുതലും ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം. MM മണി ആദ്യം മത്സരിച്ച് 1000-ൽ ശിഷ്ട വോട്ടിനാണ് സേനാപതി വേണുവിനെ 2016 പരാജയപ്പെടുന്നത്. അത് വളരെ ചെറിയ നാമമാത്രമായി, ചെറിയ വോട്ടെന്ന് വേണം പറയാം. മണിയുടെ ചില പ്രവർത്തനങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട്. MM മണിയുടെ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടോ കഴിഞ്ഞ പ്രാവശ്യം 2021-ൽ EM ആഗസ്തിയെ 38,000 വോട്ടിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ കേരളത്തിലെ ഒരു ട്രെൻഡ് പൊതുവെ ഇടതുപക്ഷത്തിനുണ്ടായിരുന്ന ഒരു സമയം കൂടിയാണ് എന്ന് വിചാരിക്കണം. ഒരുപക്ഷെ MM മണിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. എങ്കിലും ഒരു പ്രത്യേകത ഉള്ളത്, MM മണി അല്ല സ്ഥാനാർത്ഥി. മണിക്ക് MM മണി എന്ന് പറയുന്ന ഒരു MLA-യോട് അല്ലെങ്കിൽ മുൻ മന്ത്രിയോട്, രാഷ്ട്രീയക്കാരനോട് ചില സോഫ്റ്റ് കോർണറൊക്കെ ഒരുപക്ഷെ ഉടുമ്പൻചോല മണ്ഡലത്തിൽ ഉണ്ടായേക്കാം. MM മണിയാണ് അല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. KK ജയചന്ദ്രൻ 3 പ്രാവശ്യം ഇവിടുന്ന് MLA ആയിരുന്നതാണ്. അദ്ദേഹം MLA ആയിരുന്ന ഒരു ഘട്ടം പിന്നിട്ട് മാറിയതിന് ശേഷമാണ് MM മണി 2 പ്രാവശ്യം അവിടുന്ന് നിയമസഭയിലേക്ക് കടന്നു പോകുന്നത്. പക്ഷേ MM മണിയും ജയചന്ദ്രനുമായിട്ട് വ്യത്യാസങ്ങളുണ്ട്. ജയചന്ദ്രന് MM മണിക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത ഉടുമ്പൻചോലയിലില്ല. പിന്നെ ഈ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സേനാപതി വേണു ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉടുമ്പൻചോലയിൽ നിർത്താൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ ഘടകങ്ങളും ഉണ്ട്. ഒന്ന്, ഒരിക്കലും പരാജയപ്പെട്ടത് നേരിയ വോട്ടിന്. 2, അവിടെ അവതരിപ്പിക്കാൻ UDFന്, കോൺഗ്രസിന് പറ്റുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളിൽ ഒരാൾ. അക്കാഡമിക് രംഗത്ത്, പൊളിറ്റിക്സ് രംഗത്ത്, ക്ലാസ് എടുക്കുന്ന രംഗത്ത്, പൊതുജ്ഞാനത്തിൻ്റെ രംഗത്ത്, പബ്ലിക് സ്റ്റേജിൽ സംസാരിക്കുന്ന രംഗത്ത് ഒക്കെ വളരെ മിടുക്കനാണ് അദ്ദേഹം. ഈവൻ ചാനലിൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും മിടുക്കനാണ്. പക്ഷേ ഗ്രാസ് റൂട്ട് ലെവലിൽ വേണ്ടത്ര അണികളുമായി ബന്ധമില്ല എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഒരിടയത് സംഭാഷണം ഉണ്ടായിരുന്നു നേരത്തെ, പക്ഷെ ഈ പ്രാവശ്യം അതില്ല. ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു പ്രശ്നം ഈ നമ്മുടെ സേനാപതി വേണുവിനെ പറ്റിയില്ല. സേനാപതി വേണുവിന് അനുകൂലമായ എല്ലാ സാഹചര്യവും ഉണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ആകമാനം ഉണ്ടാകുന്ന UDF മുന്നേറ്റങ്ങൾ അതൊരു ഘടകമായി എല്ലാ സ്ഥലങ്ങളും. ഇത് സാമുദായിക പ്രശ്നങ്ങളല്ല അവിടെ ഒരു പ്രശ്നവും സാമുദായികമായിട്ട് എടുത്ത് പരിശോധിക്കുമ്പോഴും ഏറ്റവും അനുകൂല ഘടകം അവിടെ സേനാപതി വേണു. രണ്ടുപേരും ഒരു സമുദായത്തിൽ, രണ്ടുപേരും ഒരു സമുദായമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ തലങ്ങളിലുമുള്ള പോകില്ല. തന്നെയല്ല, ഈ LDF സ്ഥാനാർത്ഥിക്കുള്ള ഒരു വൈകാരിക ബന്ധം, ഇപ്പം ആദ്യം മണിയാശാന്റെ കാര്യം പറഞ്ഞല്ലോ, MM മണി ആയിട്ട് ജനങ്ങൾക്കൊരു വൈകാരിക ബന്ധമുണ്ട്. പല തരത്തിലാണത്. പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുമ്പോഴും വേറെ തരത്തിലുള്ള ചില ബന്ധങ്ങളുണ്ട്.
ആ ബന്ധം ഈ പറയുന്ന LDF സ്ഥാനാർത്ഥിക്ക് ഇല്ലെന്നാണ് അങ്ങ് പറയുന്നത്. തീർച്ചയായിട്ടും MM മണിക്ക് കിട്ടുന്ന സ്വീകാര്യത ജയിച്ചു തന്നെ കിട്ടത്തില്ല. പിന്നെ എന്തെങ്കിലും മണിയാശാൻ അനിഷ്ടങ്ങളുണ്ടോ? മണിയാശാന്റെ അനിഷ്ടങ്ങളെ പറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ മണിയാശാൻ അല്ല സ്ഥാനാർത്ഥി എന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു ഒരു നല്ലൊരു ശതമാനം CPM അനുഭാവികൾ സേനാപതി വേണു വോട്ട് ചെയ്യും. അങ്ങിപ്പോൾ ഒരു കാര്യം സൂചിപ്പിച്ചല്ലോ, ഈ CPM അനുഭാവികൾ ഒരു കാലത്ത് ഒരിക്കൽ പോലും മറ്റൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരായിരുന്നില്ല. കോൺഗ്രസ്സുകാർ ഒരുപക്ഷെ പല ഘടകങ്ങളും കൊണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ CPM ചെയ്യുമായിരുന്നില്ല. അവരുടെ ചിഹ്നം വിട്ട് മറ്റൊരു ചിഹ്നത്തിൽ വോട്ട് ചെയ്യുമായിരുന്നില്ല. പക്ഷേ ഈ തവണ കേരളത്തിൽ മൊത്തത്തിൽ അഖില കേരള അടിസ്ഥാനത്തിൽ CPM ഒരു നിശ്ചിത ശതമാനം വോട്ട് അവിടെ സ്പേസ് നഷ്ടപ്പെട്ടവരുടെ, ഒപ്പം തന്നെ ഈ CPM ആദർശാത്മക രാഷ്ട്രീയത്തെ ഉപേക്ഷിക്കുന്ന CPM നയത്തോട് വിപ്രതിപത്തിയുള്ളവർ, അങ്ങനെയുള്ള ഒത്തിരി ആളുകൾ, ഏതാണ്ട് ഒരുപക്ഷെ 4-5% വരെ വന്നേക്കാം, ആ വോട്ട് UDF ലഭിക്കുമെന്ന് പറയുന്നതിൽ വാസ്തവമുണ്ടോ? തീർച്ചയായിട്ടും 4-5% അപ്പുറത്തേക്ക് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു CPM കാരനെ സംബന്ധിച്ചിടത്തോളം അവർ SFI, DYFI അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ മേഖലയിലേക്ക് കടന്നു വന്നു സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുടെ മുമ്പിൽ അവരുടെ ഒരു സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പങ്ങൾക്കനുസരിച്ച് പോകാൻ കേരളത്തിലെ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല, കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിക്ക് കഴിയുന്നില്ല എന്ന് ബോധ്യമാകുമ്പോഴാണ് അവർക്കിടയിൽ ഒരു പൊട്ടിത്തെറിയുണ്ട്. ആ പൊട്ടിത്തെറി പലപ്പോഴും വോട്ടായി മാറും എന്നാണ് ഞങ്ങൾ കണക്ക്. അപ്പം അങ്ങനെയാണ് എങ്കിൽ ഈ പാർട്ടി കേരളത്തിൽ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഈ CPM ഒരു ദൈക്ഷണിക വിഭാഗമുണ്ട്, നിലക്കാലത്തുണ്ട്. ഈ പാർട്ടിയുടെ ഇത്തരം ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ മൂല്യ തകർച്ച, ആ തകർച്ച അവരെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്, അലട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് പുറത്തു നിൽക്കട്ടെ എന്ന് ഒരു വിഭാഗം ചിന്തിച്ച് കാണുമോ? തീർച്ചയായിട്ടും. ഒന്ന്, പാർട്ടിയുടെ ബ്രാഞ്ച് മുതൽ ലോക്കൽ മുതലുള്ള പാർട്ടിയുടെ ഭാരവാഹികളും DYFIയുടെയും ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും പ്രവർത്തകരുമായിട്ടുള്ള ആളുകൾ അവർ ചിലപ്പോൾ മാറ്റി ചെയ്യാൻ സാധ്യതയില്ലായിരിക്കും. എങ്കിലും ഒരു ചെറിയ ശതമാനമെങ്കിലും അവിടെയും മാറ്റി ചെയ്യും. കാരണം ഒന്ന്, ഈ CPM ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ UDF നോട്ട് ചെയ്യും. ഇവരൊന്ന് പുറത്തു നിന്നാൽ മാത്രമേ പഠിക്കൂ എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് നമ്മുടെ സംസ്ഥാനമാകമാടെ എടുക്കുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ശബരിമലയും അവിടുത്തെ സ്വർണ്ണ കൊള്ളയും അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധിയായ പ്രശ്നങ്ങൾ, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. നമ്മൾ അതൊന്നും ചർച്ച ചെയ്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും സാധാരണ വർഗീയതയുമായി ഒരിക്കലും സന്ധി ചെയ്യാത്തൊരു പാർട്ടിയാണെന്നാണല്ലോ ഇപ്പോൾ CPM. അത്തരം നിയോഗങ്ങളൊക്കെ കോൺഗ്രസിന് ചാർത്തി കൊടുക്കുകയും, കോൺഗ്രസ് ഒരു മതേതര പാർട്ടി ആണെങ്കിൽ പോലും ഇപ്പോൾ മുസ്ലിം ലീഗുമായിട്ടുള്ള ഒരു മുന്നണി ബന്ധം പോലും മോശമായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുമ്പോൾ SDPI പോലുള്ള ഒരു പാർട്ടിയുമായിട്ട് ചങ്ങാത്തം കൂടുന്നതിനെ കുറിച്ച് അതാണല്ലോ ഏറ്റവും വിരോധാഭാസം എന്ന് പറയുന്നത്. കാരണം SDPI ഇപ്പോൾ നമുക്കറിയാം, വട്ടവടയുള്ള SFI നേതാവിൻ്റെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ SDPIയെ ഇന്ന് 100% തികഞ്ഞെതിർക്കാൻ കഴിയുന്നത്, അവരുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞത് കോൺഗ്രസ്സാണ്, UDF ആണ്. അങ്ങനെ പറയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കാലഘട്ടത്ത് എക്കാലവും പരസ്യമായി വർഗീയത പറയാതിരിക്കുകയും രഹസ്യമായി വർഗീയത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവർ ഇപ്പോൾ പരസ്യമായി വർഗീയത പറയാൻ തുടങ്ങിയിരിക്കുന്നു. CPM അവർക്ക് വോട്ട് മാത്രം മതി, അതിലപ്പുറത്തേക്ക് വേറെ ഒരു കാര്യമില്ല. എത്രയോ PDPയുമായിട്ടുള്ള ബന്ധങ്ങൾ ഒരു കഴിഞ്ഞ ഒരു 10-25-30 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ CPM എപ്പോഴും വർഗീയത പ്രകടിപ്പിച്ചിട്ടുണ്ട്, വർഗീയത കാണിച്ചിട്ടുണ്ട്, അതിലൂടെ വോട്ട് മേടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ SDPയെ കൂട്ടുപിടിക്കാൻ ശ്രമിച്ചതും അവരുടെ വോട്ട് മേടിക്കാൻ അവർക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് CPM അതിശക്തമായി എതിർത്ത വർഗീയത, പേരിനെങ്കിലും പുറമെ അതിശക്തമായി എതിർക്കുകയും ആ കാലത്ത് കോൺഗ്രസ് അങ്ങനെ എതിർക്കാതിരിക്കുകയും ചെയ്തു, മൗനം അവലംബിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി ഈ തവണ വർഗീയതയെ LDF കൂട്ടുപിടിക്കുകയും, എന്നാൽ ഒരു സമുദായ നേതാവിൻ്റെയും തിണ്ണ നിരങ്ങാൻ ഞങ്ങളില്ലെന്നും, ഇരിക്കാൻ പറഞ്ഞാൽ ഇരുന്നാൽ മതി, കിടക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് VD സതീശനെ പോലെ ഒരു വലിയ നേതാവ്, പ്രതിപക്ഷ നേതാവായി കേരളത്തെ നയിച്ചത്, കോൺഗ്രസിനെ നയിച്ചത് ഗുണമായി. തീർച്ചയായിട്ടും VD സതീശൻ്റെ ഓരോ തരത്തിലുള്ള നീക്കങ്ങൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ പ്രകടനങ്ങൾ, പ്രസംഗങ്ങൾ, ഓരോ വിഷയങ്ങളുമുള്ള അദ്ദേഹത്തിൻ്റെ ആധികാരികമായ പഠനവും അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും, അതോടൊപ്പം തന്നെ നിയമസഭയിൽ പറയുന്ന പോലെ തന്നെ പുറത്തിറങ്ങിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ, ഐക്യജനാധിപത്യ മുന്നണിയെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ ഘടകകക്ഷികളെയും ഒരുമിച്ച് നിർത്തി മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ സമര പ്രഖ്യാപന പരിപാടികൾ, അദ്ദേഹം നടത്തിയുള്ള ജാഥകൾ, ഇതൊക്കെ തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾക്ക് പറയുന്ന വാക്കിന് നീതി പുലർത്തുന്ന ഒരു നേതാവാണ് VD സതീശൻ എന്ന് കേരള സമൂഹം വിലയിരുത്തപ്പെട്ടു. രാഷ്ട്രീയ
സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, ഭൂമിശാസ്ത്ര മേഖലകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ദൈക്ഷണികത, അദ്ദേഹത്തിൻ്റെ ദിഷണാപരമായ ഔന്നത്യം അതിശക്തമായി പ്രകടിപ്പിക്കുന്ന വാക്കുകളാണ് അദ്ദേഹത്തിൽ നിന്ന് വരുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു പൊതുബോധമുള്ള ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ഉദയം ചെയ്തിട്ടില്ല. അദ്ദേഹം മുഖ്യമന്ത്രി ആവണമെന്ന് അദ്ദേഹം അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ? അദ്ദേഹം മുഖ്യമന്ത്രിയാകണം എന്ന ചോദ്യം ഒന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അതിൻ്റെ മുഖ്യമന്ത്രിയുമായ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡും പാർലമെൻ്ററി പാർട്ടിയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അവരൊരു തീരുമാനമെടുക്കും. പ്രത്യേകിച്ച് ഇതിൻ്റെ എല്ലാ അവസാന തീരുമാനം ഹൈക്കമാൻഡിൽ. ഹൈക്കമാൻഡ് ആരെ മുഖ്യമന്ത്രിയാക്കിയോ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം. പക്ഷെ പല സ്റ്റേറ്റുകളിലും ഇങ്ങനെ നൂലിൽ കെട്ടിയിറക്കിയ ചില ആളുകൾ വരികയും പിന്നീട് പാർട്ടി തന്നെ ഇല്ലാതാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. KCയുടെ ഈ വരവിനെ, വേണുഗോപാലിൻ്റെ ഈ വരവിനെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ചർച്ചയെ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം കേരളത്തിന് ഗുണകരമാകുമോ? അല്ല, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരിക്കൽ പോലും ഞാൻ കേരളത്തിലേക്ക് വരുമെന്നോ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഒരു വാർത്താ സമ്മേളനങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ആവശ്യമില്ല. അനാവശ്യമായ ഒരു ചർച്ച നടക്കുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ഇല്ലെന്ന് പറയേണ്ട ഒരു ബാധ്യത അദ്ദേഹത്തിനില്ല. അദ്ദേഹം പല സന്ദർഭങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കത്തില്ല എന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ ചെന്നിത്തലയ്ക്കും VD സതീശനുമുള്ള ഒരു വൈകാരിക ബന്ധം, ജനങ്ങളോടുള്ള ഒരു ബന്ധം സത്യത്തിൽ ആ മനുഷ്യനോട് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടോ? അല്ല, KC വേണുഗോപാലിനോട് കേരള സമൂഹത്തിലെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി, പ്രത്യേകിച്ച് ഒരു ദേശീയ നേതാവ് എന്ന നിലയിൽ നിരവധിയായ വിഷയങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ പ്രവർത്തനങ്ങളും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ഭാരവാഹി എന്ന നിലയിലും മുഴുവൻ സമയവും രാഹുൽ ഗാന്ധിക്കൊപ്പം അതുപോലെ കോൺഗ്രസിന്റെ AICC പ്രസിഡന്റിനോടൊപ്പം ഒക്കെ കാണുന്ന ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി എന്ന നിലയിൽ സംഘടനാ രംഗത്ത് മുഴുകി ഇരിക്കുന്ന, മുഴുവൻ സമയവും ഡൽഹിയും കേരളവും ആലപ്പുഴയും കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തനം ഏറ്റവും മികവുറ്റതാണ് എന്ന കാര്യം സംശയമില്ല. ആ കാര്യത്തൊക്കെ സംശയമില്ല. പക്ഷെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ജനത്തിന്റെ മനസ്സിൽ ഇടം കിട്ടുമോ എന്നുള്ളതാണ് സംശയം. അതിനെപ്പറ്റി ഇപ്പം ഞാൻ പറയാനാവില്ല. കാരണം സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അത് തെരഞ്ഞെടുക്കുമ്പോൾ അതിനൊരു സംഘടനാപരമായ ഒരു സംവിധാനം കോൺഗ്രസിനുണ്ട്. അത് എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ് എത്രയോ വർഷങ്ങളായി മുഖ്യമന്ത്രിമാരെ നിശ്ചയിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ കേരളത്തിലും ഒരിക്കൽ പോലും ഒരു വിഷയം ഇത്തരം കാര്യത്തിലുണ്ടായി. സിദ്ധരാമയ്യ എന്ന് മാറ്റാൻ കർണാടകത്തിൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അവിടെ ഇപ്പോഴും ചർച്ച നടക്കുന്നുണ്ട്. സത്യത്തിൽ ഒരു വർഷമെങ്കിലും ആ മനുഷ്യന് മറ്റേ ആൾക്ക് കൊടുത്ത് ആ പ്രശ്നം ഒതുക്കേണ്ടതാണ്. പക്ഷേ ഇതൊക്കെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. പോട്ടെ, എന്നാൽ പോലും അവിടെ കോൺഗ്രസ് ഭരിക്കുകയാണ്. ഇവിടെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ചകൾ അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾ, അതിനുള്ള മത്സരങ്ങളൊന്നും ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ കുറ്റകരമല്ല. അതൊക്കെ തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. കാരണം ആര് വേണം, എല്ലാവരും രണ്ടോ മൂന്നോ പേര് യോഗ്യരാണ്. അതിൽ നിന്ന് പരമയോഗ്യനായ ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്, അല്ലേ? തീർച്ചയായിട്ടും അതിനകത്ത് മറ്റ് സമവാക്യങ്ങളല്ല ആവശ്യം. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു ആദർശാത്മക രാഷ്ട്രീയത്തിൻ്റെയും കൂടി നിലപാട് ഉള്ള ഒരാൾ തീർച്ചയായിട്ടും വരുമ്പോൾ അത് ഒരുപക്ഷെ CPM-നെതിരെ നിശ്ചിതമായ വിമർശനവും നടത്തുന്ന ആളാണ് VD സതീശൻ. പൊതുവെ അദ്ദേഹത്തിന് ധാരണയുണ്ട്. അതുകൊണ്ട് ആരും ആവട്ടെ, കോൺഗ്രസിൻ്റെ സംബന്ധിച്ച് അതിന് കോൺഗ്രസിൻ്റെ നയമുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും അവസാനമായി ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴും ഈ LDF കേന്ദ്രങ്ങളിൽ ഇന്ന് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് 90 സീറ്റോടുകൂടി ഞങ്ങൾ അധികാരത്തിൽ വരുന്നു ഇന്ന് ഉച്ച കഴിഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, റിസൾട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അന്നേരമുള്ള പ്രതികരണങ്ങളാണ്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് അത് പറയാൻ പറ്റും. അയാൾ സ്വാഭാവികമായിട്ടും ജയിക്കുമെന്ന് തന്നെ പറയും. പക്ഷേ എക്സിറ്റ് പോൾ വന്നതിന് ശേഷം എക്സിറ്റ് പോൾ ഞങ്ങൾക്ക് അനുകൂലമാണ്, എക്സിറ്റ് പോൾ ഫലങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാണെന്നൊരു വാചകം എന്ന് മാത്രമേ അദ്ദേഹത്തിന് പറയാൻ കഴിയുള്ളൂ. അതാണ് കേരളം. അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രത്യേകത അതാണല്ലോ. ഇപ്പോൾ CPM-ന് പരാജയം, എക്സിറ്റ് പോളിന്റെ പേരിൽ ഞങ്ങൾ പരാജയപ്പെടുമെന്ന് CPM പോലെ ഒരു പാർട്ടിക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ അംഗീകരിക്കത്തില്ല. അവരുടെ എല്ലാം ഉള്ളിന്റെ ഉള്ളിൽ, മനസ്സിൽ സ്വാഭാവികമായി നേതൃനിരയിൽ ഉണ്ട്, ഇത് കേരളത്തിലെ ഭരണം UDF-നൊപ്പമാണ് എന്ന്. ലീഗ് ഏതാണ്ട് 27 സീറ്റിൽ മത്സരിക്കുന്നു. ഏതാണ്ട് നല്ലൊരു സംഖ്യ അവർ ജയിക്കും. ഒരുപക്ഷെ 27 ജയിക്കും എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. UDF-ന്റെ ഉള്ളത്തിൽ ഉറച്ചു നിൽക്കും എന്ന് തന്നെ വിചാരിക്കുക. തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മളെ UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയുടെയും വകയില്ല. വളരെ വ്യക്തതയോടുകൂടി, വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. പിന്നെ ചോദിച്ച ചില ചോദ്യങ്ങളിൽ ഒരു കാര്യം കൂടി ഉണ്ട്. ഒന്ന്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എത്രയോ ആഴ്ചകൾക്ക് ശേഷമാണ് റിസൾട്ട് വരാൻ പോകുന്നത്. അതുവരെയുള്ള ഒരു സന്ദർഭം ഇവിടുത്തെ മാധ്യമങ്ങൾ, നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളും എല്ലാവരും ഒന്ന് ആഘോഷിക്കാൻ നോക്കുമല്ലോ. അപ്പം സ്വാഭാവികമായി കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രിയാകാൻ
കെൽപ്പുള്ള ആ പ്രാവീണ്യമുള്ള അല്ലെങ്കിൽ ആ പേര് പറയത്തക്ക നിലയിലുള്ള അരഡസൻ നേതാക്കന്മാരെങ്കിലും കേരളത്തിലെ കോൺഗ്രസിലുണ്ട്. ഇപ്പോൾ CPM-നെ പിണറായി കഴിഞ്ഞാൽ പിന്നെ വേറൊരു പേര് പറയാൻ കാണത്തില്ല. പക്ഷെ കോൺഗ്രസിന് അങ്ങനെയല്ല, കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് നിയമസഭയിലേക്ക് മത്സരിക്കുന്നവരും മത്സരിക്കാത്തവരുമായ കോൺഗ്രസിന്റെ നേതൃത്വ നിലയിലുള്ള പ്രഗത്ഭരായ നേതാക്കന്മാരുടെ ചുറ്റിപ്പറ്റി ഒക്കെ അവരെ മാധ്യമങ്ങളിൽ വാർത്തയിടുവാനും അതിനുമായി ബന്ധപ്പെട്ട് വാർത്ത ഉണ്ടാക്കാനും ഒക്കെയുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടാകും. അതങ്ങ് പറഞ്ഞത് ശരിയാണ്. ഇലക്ഷന് ശേഷം ഒരു നീണ്ട ദിവസങ്ങൾ, ആ ദിവസങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമാണ് രാഷ്ട്രീയം. അതുകൊണ്ട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചയുണ്ടാവും. ആ ചർച്ച തന്നെ UDF-മായി ബന്ധപ്പെട്ട് കൂടുതൽ വരും. അതിൻ്റെ കാരണം അതിനുള്ള സ്പേസ് അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട്. അതൊരു ജനാധിപത്യ പാർട്ടിയാണല്ലോ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യും. ഏതായാലും വളരെ ഏറെ സന്തോഷമുണ്ട്. ഈ 2-3 ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും റിസൾട്ട് വരും. റിസൾട്ട് ഇപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെ ആവണം, അല്ലെങ്കിൽ എക്സിറ്റ് പോൾ പോലെ ആവണം എന്ന ഒരു നിർബന്ധവുമില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന അങ്ങുപോലും ഒരു പക്ഷേ അങ്ങയുടെ സ്വന്തം ഭൂരിപക്ഷത്തിൽ അതിശയിച്ചിട്ടുണ്ടാവും. കാരണം അത്ര വലിയ ഭൂരിപക്ഷത്തിലാണ് അങ്ങ് ജയിച്ചത്. അപ്പോൾ അവിടെ ടൈറ്റ് മത്സരമാണ് എന്നൊക്കെ പറയുമ്പോഴാണ് വെള്ളത്തോൾ പഞ്ചായത്തും അങ്ങും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുന്നത്. അതൊരു കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമായിരുന്നു. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ച ഇലക്ഷൻ റിസൾട്ടിൻ്റെ ഒരു പരിച്ഛേദമായിരുന്നു. ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു തനി ആവർത്തനം ഉണ്ടാവുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? തീർച്ചയായും കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി ഉജ്ജ്വലമായ വിജയം നേടും. 90 സീറ്റിന് മുകളിലേക്കാണ് എന്ന കാര്യം സംശയമില്ല. ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ വാക്കുകൾ അത് ഭരിക്കാൻ സാധ്യതയുണ്ട്. 100-ലധികം സീറ്റുകൾ. ഈ ആത്മവിശ്വാസം അങ്ങേക്ക് തുണയായി മാറട്ടെ. തീർച്ചയായിട്ടും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. തിങ്കളാഴ്ച കാണാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ചർച്ച അവസാനിക്കുമ്പോൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ UDF തികഞ്ഞ ആത്മവിശ്വാസത്തിലുമാണ്. പോരെങ്കിൽ എക്സിറ്റ് പോളുകളെല്ലാം തന്നെ അവർക്ക് അനുകൂലമാണെന്ന് വരുന്നു. പക്ഷേ അപ്പോഴും LDF കേന്ദ്രങ്ങളിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. ഏതാണ്ട് 80-ലധികം സീറ്റോടെ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും പറയുന്നത്. എന്തൊക്കെയാവാം, ആരുമാവട്ടെ, എന്തുമാവട്ടെ, നമുക്ക് കാത്തിരിക്കാം. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ മതിയല്ലോ. നന്ദി, നമസ്കാരം.